എല്ലാ കൂട്ടുകാർക്കും ട്രാവൽ ഗൂഡ് സിനിമാസിലേക്ക് സ്വാഗതം. ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം മലയാളത്തിൽ ഇപ്പോൾ ഇറങ്ങിയ ഒരു ത്രില്ലർ മൂവി എന്നാണ് അതിൻ്റെ ഡയറക്ടർ അവകാശപ്പെടുന്നത്. പക്ഷേ ഈ ഒരു സിനിമ ഒച്ച ഇടയുന്നതിനേക്കാളും സ്ലോയായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ. എനിക്ക് തോന്നുന്നു ഇതൊരു ഉറക്കക്കുടിയാണോ എന്ന് പോലും സിനിമയെ സമീപിച്ച എനിക്ക് തോന്നിപ്പോയി. അത്രയ്ക്കും സ്ലോ ആയി ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈലിൽ തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു സിനിമയാണ്. ഓരോ വ്യക്തികൾക്കും ഓരോ സിനിമയുടെ ടേസ്റ്റും വ്യത്യസ്തമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. മലയാളത്തിലെ ഒരുപാട് നല്ല താരനിരകൾ ഉണ്ടായിട്ട് പോലും, അതായത് മുകേഷ്, സമുദ്രക്കനി, ഷൈൻ ടോം ചാക്കോ ഇങ്ങനെയുള്ള മലയാളത്തിലെ പ്രഗത്ഭന്മാരായ നായകന്മാർ ഉണ്ടായിട്ട് പോലും ഈ ഒരു സിനിമയെ വേറൊരു ലെവലിലേക്ക് എത്തിക്കാൻ എം.എ. നിഷാദ് എന്ന ഡയറക്ടറിന് സാധിച്ചില്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ മുൻകാലത്ത് മലയാളികളുടെ ലേഡി ആക്ഷൻ ഹീറോ എന്നൊക്കെ അവകാശപ്പെടുന്ന വാണി വിശ്വനാഥ് അവരിതിലൊരു നല്ലൊരു കഥാപാത്രം തന്നെ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഉണ്ടായിട്ട് പോലും ഇവരെയൊക്കെ പ്രസൻസ് പോലും ഇയാൾക്ക് നല്ലൊരു വേറൊരു ലെവലിലേക്ക് പോലും എത്തിക്കാൻ സാധിച്ചില്ല. അത്രയ്ക്കും പതിഞ്ഞ താളത്തിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എരിയാത്ത പടക്കമായി മാറിപ്പോയി ഈ സിനിമ. എനിക്ക് ഈ സിനിമ കണ്ടിട്ട് ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു എബോ ആവറേജ് മൂവി, അത്ര മാത്രമേ ഈ ഒരു സിനിമയെ കുറിച്ച് വിശേഷിപ്പിക്കാനുള്ളൂ. സിനിമ തികച്ചും മോശം എന്നൊരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങൾ ഈ ഒരു ചിത്രം ഇതുവരെയും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി വൺ ടൈം വാച്ച് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ മലയാളത്തിൽ പടക്കങ്ങളുടെ തിരികൊടുത്താൽ എം.എ. നിഷാദിന്റെ ജീവിതം ഇനിയും ബാക്കി എന്ന് തന്നെ പറയണം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.